സത്യം പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഈ ബാൽക്കണിയിൽ അധികം നേരം നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വന്നൊരു 2 ആഴ്ച കഴിഞ്ഞ പാടെ തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. പിന്നെ തിരിച്ചെത്തിയപ്പോഴേക്കും വിന്ററായി. അതവിടെ നിൽക്കട്ടെ. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഞാൻ ഷീനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിന് 8 പൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. കൊള്ളാല്ലേ? ഇന്ന് ഓഫ് ഡേ ആണ് കേട്ടോ. പക്ഷെ ഞാൻ തനിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. വാങ്ങിക്കാനുള്ളത് കറക്റ്റ് ആയിട്ട് എന്താണെന്നൊക്കെ അറിയാം. എന്നാലും ആവശ്യമില്ലാത്ത എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങാന്നുള്ളത് അത് നമ്മുടെ ഒരു ശീലമല്ലേ. ഇന്ന് ബിബി ഇല്ലാത്തതുകൊണ്ട് ബിബി തിരിച്ചു വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് സർപ്രൈസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല നാടൻ വിഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ചോറിനെന്ന് വിചാരിച്ചു. ഞാനീ കഴിക്കുന്നത് മിക്സറാണ് കേട്ടോ. ഒരുപാട് കാലമായി ഞാൻ മിക്സർ കഴിച്ചിട്ട്. അങ്ങനെ എന്റെ പാട്ടും ബഹളമൊക്കെ കഴിഞ്ഞു ഞാൻ കുക്കും ചെയ്ത് കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന്. പിന്നെ ഒരു നല്ല കോഫിയും കുടിച്ചുകൊണ്ട് ഞാനിതാ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിന്റെ മേക്കിംഗ് വീഡിയോയുടെ ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ട്. അതിരുന്ന് കാണുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. സ്ട്രേഞ്ചർ തിങ്സ് ഒരു വികാരമായിരുന്നു അല്ലേ? പക്ഷെ പലരും അതിന്റെ ക്ലൈമാക്സിൽ അത്ര ഹാപ്പി അല്ലാന്ന് തോന്നുന്നു. പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്റെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇതാ നല്ല മീൻ പൊരിച്ചതും നല്ല വെള്ളരിയും മാങ്ങയിട്ട കറിയും പിന്നെ ഒരു മീൻ കറിയും നല്ല പയറ് തോരനും രസവും കൂടെ. എന്തായാലും ബിബി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾക്ക് തോന്നും എത്ര നല്ല ഭാര്യയാണെന്ന് അല്ലേ? നോ വേ. ഇതിന് പകരമായിട്ട് അവനെ കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല എന്നിട്ടാ.